നിങ്ങളുടെ കയ്യിൽ ഒരു 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എപ്രകാരം ദുബായിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് സ്വന്തമാക്കാം? പ്രിയമുള്ളവരെ, സമീപത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സമ്പാദ്യവും വിവിധ നിക്ഷേപ മാർഗങ്ങളുമാണ് ഞാൻ ഈ ചാനൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നിങ്ങൾക്കറിയോ, ദുബായിൽ നമുക്ക് ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കണമെങ്കിൽ ഒരുപാട് പണം ഒറ്റയടിക്ക് നമ്മുടെ കയ്യിൽ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. മറിച്ച് നമുക്ക് അത്തരത്തിലുള്ള ഒരു പ്രോപ്പർട്ടിയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് ബേസിക്കായിട്ടുള്ള കുറച്ച് പണം മാത്രം കയ്യിൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ടൈറ്റിൽ പറഞ്ഞതുപോലെ എങ്ങനെ നമ്മുടെ കയ്യിൽ ഒരു 50 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ എപ്രകാരം നമുക്കൊരു പ്രോപ്പർട്ടി ഈ ദുബായിൽ സ്വന്തമാക്കാം എന്നുള്ളത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സാധാരണ രീതിയിൽ ദുബായിൽ ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റ് സ്വന്തമായിട്ട് നമ്മുടെ പേരിൽ വാങ്ങണമെങ്കിൽ നമുക്ക് ഇവിടെ അത്യാവശ്യം ഒരു മികച്ച ഡെവലപ്പറാണെങ്കിൽ ഏകദേശം വരുന്ന ഒരു റേറ്റ് വരുന്നത് ഒരു 800,000 ദിർഹമാണ്. 800,000 ദിർഹം എന്ന് പറയുമ്പോൾ നാട്ടിലെ നിയർ ടു ഒരു 2 CR, 2 കോടി രൂപ. ഈ 2 കോടി രൂപ ആണ് നമുക്ക് സ്വന്തമായിട്ട് ഒരു അപ്പാർട്ട്മെൻറ്റ് ഇവിടെ ദുബായിൽ വാങ്ങാൻ വേണ്ടി മികച്ച ഒരു ഡെവലപ്പറിൻ്റെ അടുത്ത്, ഞാൻ കൃത്യമായിട്ട് അത് പറയുകയാണ്, ഏറ്റവും മികച്ച ഒരു ഡെവലപ്പറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങണമെങ്കിൽ വരുന്ന ഒരു റേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഈ 2 ലക്ഷം രൂപ നമുക്ക് ഉണ്ടായാലേ ഇവിടെ അപ്പാർട്ട്മെൻറ്റ് വാങ്ങാൻ പറ്റൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മുടെ കയ്യിൽ ഒരു 50 ലക്ഷം രൂപ, അതായത് ഈ 2 ലക്ഷം രൂപയുടെ 4/1 പണം ഉണ്ടെങ്കിൽ നമുക്ക് അപ്പാർട്ട്മെൻറ്റ് വാങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി വരുന്ന പണം നമ്മളെങ്ങനെ കൊടുക്കുമെന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഏറ്റവും മികച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത്. അതിന് ക്ലിയർ ആയിട്ടുള്ള സൊല്യൂഷനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു 50 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് അതിൻ്റെ ഒരു 20% അഡ്വാൻസ് കൊടുത്ത് അതിൻ്റെ ഒരു 4% രജിസ്ട്രേഷൻ ഫീസും കൊടുത്ത് നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്ത് മേടിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി നിങ്ങളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് കിട്ടി. 20% പൈസ കൊടുക്കുന്നതിലുള്ള പ്രോപ്പർട്ടി നിങ്ങളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് കിട്ടി. ഒന്ന്. രണ്ടാമത്തത്, പിന്നെ ബാക്കി വരുന്ന ഒരു പൈസ, ഏകദേശം വരുന്ന പൈസ ഒരു ഈ പറഞ്ഞ രീതിയിൽ വരുന്ന 50,000 രൂപയോ 50 ലക്ഷമോ 60 ലക്ഷം രൂപയോ നമ്മൾ അടുത്ത 3 കൊല്ലത്തിനുള്ളിൽ അടിച്ചു തീർത്താൽ മതി. അപ്പോൾ നമ്മുടെ മുമ്പിൽ അടുത്ത ഒരു 50-60 ലക്ഷം രൂപ അടക്കാൻ വേണ്ടി നമ്മുടെ മുമ്പിൽ കൃത്യമായിട്ട് ഒരു സമയമുണ്ട്. ഏകദേശം ഒരു 3 വർഷം എന്ന് പറയുമ്പോൾ ഒരു 60 ലക്ഷം രൂപയൊക്കെ അടക്കേണ്ട ഒരു 1.5 ലക്ഷം രൂപ വെച്ചിട്ട് മാസം നിയർ ടു 2 ലക്ഷം രൂപ വെച്ചിട്ട് മാസം അടച്ചു പോകാൻ പറ്റിയാൽ നമുക്ക് ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ കൂടി നമ്മൾ ഏകദേശം ഒരു 60% പണം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ബാക്കി വരുന്ന പണം എഗെയിൻ നമ്മുടെ കയ്യിൽ 3 വർഷം കഴിഞ്ഞിട്ട് കയ്യിൽ കിട്ടിയതിന് ശേഷം നമുക്ക് ഈ അപ്പാർട്ട്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം, റെൻ്റ് ഔട്ട് ചെയ്യാം. ഈ റെൻ്റ് ഔട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു വരുമാനം ലഭിക്കും. ഈ കിട്ടുന്ന വരുമാനത്തിൻ്റെ കൂടെ ഒരു കുറച്ച് പൈസ മാത്രം, അത് ഏകദേശം പറഞ്ഞാൽ ബാക്കി വരുന്ന പൈസ അടുത്ത 3 കൊല്ലത്തിനുള്ളിൽ അടിച്ച് തീർത്താൽ മതി നമുക്ക് ഡെവലപ്പേഴ്സിൻ്റെ അടുത്തുനിന്ന്. ആ ഡെവലപ്പേഴ്സിലേക്ക് കറക്റ്റ് ഒരു 3 വർഷം കൂടി നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ ഉണ്ടാവും. അപ്പോൾ മൊത്തം നമുക്കൊരു 6 വർഷം 7 വർഷമൊക്കെ സമയമുണ്ട് ഈ 2 കോടി രൂപ അടിച്ച് തീർക്കാനുള്ളതാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ വേണ്ടത് 50 ലക്ഷം രൂപയാണ്. നമ്മുടെ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണ സമയം വരുമ്പോൾ ഏകദേശം ഒരു 60 ലക്ഷം രൂപ നമ്മൾ അടക്കേണ്ടി വരും. അത് കഴിഞ്ഞ് വരുന്ന ഒരു 90 ലക്ഷം രൂപ നമുക്കൊരു 3 വർഷം സമയമുണ്ട്. ആ സമയത്ത് ഓൾറെഡി നമ്മുടെ കയ്യിൽ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് കീ കിട്ടിയിട്ടുണ്ടാവും. നമുക്കത് റെൻ്റ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് എങ്ങനെ പോയാലും ഒരു 1 ലക്ഷം രൂപ 1.25 ലക്ഷം രൂപ നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് റെൻ്റ് ഔട്ട് ചെയ്തിട്ട് ഒരു 1.25 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപയുടെ അടുത്ത് നമുക്ക് റെൻ്റ് ഔട്ടായിട്ട് കിട്ടും. ആ പൈസയുടെ കൂടെ വേണമെങ്കിൽ ഒരു 25,000 കൂടി ആഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം, അടുത്ത 3 കൊല്ലത്തെ പേയ്മെൻറ്റ് കൊടുക്കാം. ആ പേയ്മെൻറ്റ് അടിച്ച് തീരുന്നതിലൂടെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് സ്വന്തമായി. അപ്പോൾ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ കയ്യിൽ എത്ര പൈസ വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടത് വെറും 50 ലക്ഷം രൂപ മാത്രമാണ്. ബാക്കി വരുന്ന 60 ലക്ഷം രൂപ നിങ്ങൾക്ക് അടുത്ത 3 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ മതി. അതിനുശേഷം വരുന്ന പൈസ സത്യത്തിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഇത് നിങ്ങൾക്ക് റെൻ്റ് ഔട്ട് ചെയ്ത് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കി വരുന്ന പണം അടിച്ചു തീർക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഇന്ന് ദുബായിലുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ലോണിലേക്കോ മറ്റു ബാധ്യതകളിലേക്കോ ഒന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല. ഇതൊക്കെ നേരെ ഡെവലപ്പേഴ്സായിട്ട് ചെയ്ത് അത്തരത്തിലുള്ള ഹെൽപ്പുകളും സപ്പോർട്ടുകളൊക്കെ ഡെവലപ്പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നുള്ളതാണ്. ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അതിന് മുമ്പ് തന്നെ നിങ്ങൾ ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും സ്മാർട്ടായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ പേയ്മെൻറ്റൊക്കെ അടിച്ച് കഴിയുന്നതിലൂടെ 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുമാനം വന്നു കൊടുക്കും. ആ വരുമാനം ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ എന്ത് ചെയ്താൽ മാസം ഉള്ള പൈസ ഡെവലപ്പേഴ്സിന് അടിച്ച് തീർത്താൽ മതി.
ഇനി ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ആയാലും ചുരുങ്ങിയത് ഒരു 1.5 ലക്ഷം രൂപ മാസ വരുമാനമുള്ള ഒരാളായി മാറാം. അപ്പോൾ നിങ്ങൾ ഒരു 2 കോടി രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ ചുരുങ്ങിയത് ഒരു മാസം ഒരു 1.5 ലക്ഷം രൂപ മാസ വരുമാനമുള്ള ഒരാളായി മാറാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ള. 2 കോടി നിങ്ങൾ ചെയ്യുന്നില്ല, 1 കോടിയാണ് നിങ്ങൾ ചെയ്യുന്നുള്ളൂ. ബാക്കി നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുമാനം ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ആ പൈസ അടിച്ചു തീർക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ സ്മാർട്ടായിട്ടും വിദഗ്ധമായിട്ടും നിങ്ങൾ മൂവ് ചെയ്താൽ തീർച്ചയായിട്ടും 50 ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടി ഇവിടെ ദുബായിൽ കരസ്ഥമാക്കാമെന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, വിവിധമായിട്ടുള്ള പ്രൊജക്റ്റുകളെക്കുറിച്ച് അറിയണമെങ്കിൽ, ഏറ്റവും മികച്ച ഡെവലപ്പറെക്കുറിച്ച് അറിയണമെങ്കിൽ, ഏത് സ്ഥലത്താണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പ്രൊജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് നിങ്ങൾ പ്രൊജക്റ്റ് വാങ്ങേണ്ടത്, ആരുടെ പ്രൊജക്റ്റാണ് വാങ്ങേണ്ടത്, ഏത് പ്രോപ്പർട്ടിയാണ് വാങ്ങേണ്ടത് എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ആ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഫ്രീ കൺസൾട്ടേഷൻ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. എൻ്റെ നമ്പർ താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ടായിരിക്കും. മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.